യെസ് അപ്പോൾ +1 പൊളിറ്റിക്കൽ സയൻസിന്റെ പരീക്ഷ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകും. പരീക്ഷ ഹാളിൽ എത്തിയിട്ട് പരീക്ഷ പേപ്പർ ഇങ്ങനെ കിട്ടുമ്പോൾ പരീക്ഷ പേപ്പറിന്റെ ഏറ്റവും അവസാന ഭാഗം എസ്സേ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങളല്ലാതെ ഒരു ചോദ്യം എക്സ്ട്രാ ചോദ്യം എസ്സേ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. ആ എസ്സേസ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വേഗം നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് തരിക, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ താങ്ക് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കാണാം, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നമ്മൾ ലൈവുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സ് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ ആദ്യ ചോദ്യം ഇതാണ് മക്കളെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ 8 മാർക്കിന്റെ ഒരു ചോദ്യമായി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണെന്ത് ഈ പറയുന്ന പ്രിപ്പയർ എസ്സേ ഓൺ ദ ഫണ്ടമെന്റൽ റൈറ്റ് ഗ്യാരണ്ടി ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എസ്സേക്ക് ചോദിക്കാൻ ഒരു 99% സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഇതിന്റെ ഉത്തരമാണ് ഇത്. നമുക്ക് 6 മൗലിക അവകാശങ്ങൾ, ഈ 6 മൗലിക അവകാശങ്ങൾ എസ്സേ ചോദിക്കുമ്പോൾ 6 മൗലിക അവകാശങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓരോ മൗലിക അവകാശം ഏത് ആർട്ടിക്കിൾ വരുന്നത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് അല്ലെ. 12 മുതൽ 35 വരെ ഉണ്ടെങ്കിൽ നമുക്ക് 14 മുതൽ 32 വരെയാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത് ഈ 6 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾസ്. അത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഓരോന്ന് പറയുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെക്കണം. റെഡി. രണ്ടാമത്തെ ഒരു ചോദ്യം, വാട്ട് ആർ ദ മേജർ സജഷൻ ടു ഇംപ്രൂവ് ഇലക്ട്രൽ സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം, ഇന്ത്യയിലെ ഇലക്ട്രൽ സംവിധാനം അല്ലെ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം റിഫോം ചെയ്യാനുള്ള എന്തെല്ലാം സജഷൻസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്നൊരു ചോദ്യം എക്സാമിന് ചോദിക്കും. നിർദ്ദേശങ്ങൾ എന്തെല്ലാം, ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ? ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. മണി പവർ, മസിൽ പവർ ഒക്കെയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് നമുക്ക് എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് സ്റ്റേറ്റ് വഹിക്കണം. തെരഞ്ഞെടുപ്പിന്റെ കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം, ഒരു ലിമിറ്റ് എന്താണ്, പിന്നെ തെരഞ്ഞെടുപ്പുകൾ ഓഡിറ്റ് ചെയ്ത് ആരെ ഏൽപ്പിക്കണം, ഇലക്ഷൻ കമ്മീഷൻ ഏൽപ്പിക്കണം. കുറ്റവാളികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷനെ ഉഷാറാക്കാൻ വേണ്ട എല്ലാ സജഷൻസും നിങ്ങൾ കറക്റ്റ് എഴുതി വെക്കുക. അതൊരു എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 99 പോയിന്റ് സാധ്യതയുള്ള ചോദ്യമാണ്, പഠിച്ചു വെക്കുക. അതുപോലെ അടുത്താണ് മക്കളെ 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതി, 73rd and 74 ഭരണഘടനാ ഭേദഗതി. ഇതും എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എസ്സേ ആണ്. അപ്പൊ ഇത് കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പൊ ഈ 3 എസ്സേ മാത്രം നിഹാൽ സാറേ ഇതൊരു സാമ്പിൾ സാധനമാണ്. ഈ 3 എണ്ണത്തിൽ ഒരു 2 എണ്ണം അല്ലെങ്കിൽ മിക്കവാറും ചിലപ്പോൾ ഈ 3 എണ്ണം തന്നെ അങ്ങനെ ചോദിക്കും. 2 എണ്ണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിന്റെ ഡീറ്റെയിൽ ലൈവ് സെഷൻ നമ്മുടെ +1 എജുപോണിന്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് യൂട്യൂബ് ചാനൽ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ എജുപോണിന്റെ ബൂസ്റ്റർ ബാച്ച് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് പഠിച്ചിട്ട് ദ ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, നിങ്ങൾ ഏറ്റവും നല്ല +1 ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ജോയിൻ ചെയ്യാം. ചെറിയ എമൗണ്ടിന് നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനലും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഡയറക്റ്റ് ചോദിക്കാൻ നിഹാൽ സാർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ചോദിക്കാം. nihal.sar എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് കണ്ടന്റ്സ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഷെയർ കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ, ഈ 3 ക്വസ്റ്റ്യൻസ് എന്തായാലും നിർബന്ധമായി ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്കത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യത എക്സസൈസ് അത് മാറും. ഓക്കെ, ബാക്കി നമുക്ക് ലൈവിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.